എന്നിട്ട് മൊത്തം കോമഡി തന്നെയല്ലേ? അടിപൊളി. നീ എവിടെ ഇപ്പം? ആ, ഞാൻ ദേ പാറയുടെ വീട്ടിലിരുന്നപ്പോഴേ ഒരു ചായ കുടിക്കാൻ മൂട് തോന്നി. പുറത്തു പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാ. ആ ആ ഞാൻ വിളിക്കാവേ. ഇവളെവിടാ? കാണുന്നുമില്ലല്ലോ. ആരാ? താനാരാ? ഞാന് ഈ ഏരിയയിലൊക്കെ ഉള്ള. താനാരാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനും ഈ ഏരിയയിലൊക്കെ ഉള്ളതാ. എവിടെ? ഈ പരിസരത്തൊക്കെ തന്നെ. അല്ല, എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഒരാളെ കാണാനുണ്ടായിരുന്നു? ആര്? അത് ഈ വീട്ടിലുള്ള ഒരാൾ. സത്യം പറയടാ, രാവിലെ വന്ന് വീട് നോക്കി വെച്ചിട്ട് വൈകിട്ട് കക്കാനുള്ള പരിപാടിയല്ലേ? നീ കള്ളനല്ലേ? ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. കാണാനുണ്ട്? ആ, കേശുവിനെ കാണാൻ വന്നതാണോ? കേശുളിനെ അല്ല, വേറൊരാളെ. കേശു? അളിയൻ. കേശു ഉടനെ എന്റെ അളിയനാവുമല്ലോ. ഉടനെ നിന്റെ അളിയനാവുമല്ലോ? എടാ, നീ ശിവാനി ലൈനടിക്കാൻ പുറകെ നടക്കുന്നവരല്ലടാ. ശിവാനി അനിയത്തി കൊച്ചു അവളല്ല, വേറെ. ഇവിടെ വേറെ പെൺകുട്ടികളുണ്ടല്ലോ. വേറെ പെൺകുട്ടികളുണ്ടല്ലോ? എടാ, നീ ഗൗരി അമ്മയെ ലൈനടിക്കാൻ വന്നല്ലേ? അമ്മായി ഒന്നുമല്ല, അത് അമ്മായിയല്ലേ. ഇത് വേറെ വേറെ പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ. അമ്മായിയല്ലേ? പിന്നെ നീ ഇവിടെ ആരാണ് കാണാൻ വന്നേ? അല്ല, അതൊക്കെ ചോദിക്കാം. താനാരാ? ഞാൻ ഈ പരിസരത്തൊക്കെ ഉള്ള ആളാ. അതാണ്. ഈ വീട്ടിലുള്ള അല്ല, എനിക്കറിയാം. ഈ വീട്ടിലുള്ള എല്ലാരും എനിക്കറിയാം. എല്ലാരെയും? പിന്നെ ലച്ചു, കേശു, ഭവാനി, കനകം എല്ലാരും എനിക്കറിയാം. ഓ, ഫുൾ ഡേറ്റ് അറിയാല്ലേ? ഇവരൊക്കെ എനിക്കും അറിയാം. എന്നാലും ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഇതാ, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ? ബ്രോയിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇവിടെ ഉണ്ട്. ആ പെൺകുട്ടി കനകാന്റെ ആണ്? തമിഴൊന്നുമല്ല, ഇത് മലയാളം. ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ബ്രോ, എനിക്ക് ഈ വീട്ടുകാർ വേണ്ടപ്പെട്ട ആൾക്കാരാ. അവർക്കും എന്നെ അങ്ങനെ തന്നെയൊക്കെയാണ്. ബ്രോയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാം. ഉറപ്പ്? സത്യം? സത്യം. എന്നാ ഞാൻ പറയട്ടെ. പറയാം. ഞാൻ ലക്ഷ്മിയെ കാണാൻ വന്നതാ. ലക്ഷ്മി ആരാര്? അപ്പൊ ഈ വീട്ടിൽ എല്ലാരും അറിയാന്ന് പറഞ്ഞിട്ട്? അതറിയാ. ലച്ചു. അതിനെന്താ ഇത്ര ഞെട്ടിയത്? ലച്ചു ഒരു വട്ടം കല്യാണം കഴിച്ചതല്ലേ? അതാണ് അവൾ ഇത് ഏറ്റവും വലിയ തെറ്റ്. തെറ്റാ? എടാ, ഒരു കല്യാണം കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാ? കല്യാണം കഴിച്ചോടെ അവളെ ജീവിതം കുളമായില്ലേ? കുളമായിരുന്നോ? ഉത്തരവാദിത്തം ഇല്ലാത്ത ഒത്തിരി കിട്ടിയ പിന്നെ ജീവിതം കുളമായിരിക്കുമോ? അത് ശരിയാ. തനിക്കൊരു കാര്യം അറിയോ? സിദ്ധു എന്ന് പറഞ്ഞ ഏതോ ഒരു കിഴങ്ങനെ അവൾ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പം ആ മരപ്പാഴ് ഗൾഫിൽ കയറി പോവുകയും ചെയ്തു. പിന്നെ വന്നിട്ടുമില്ല. പാവം, അവൾ ഒറ്റയ്ക്കായില്ലേ? ബ്ലഡി റാസ്കൽ. എടാ, ആ ബ്ലഡി റാസ്കൽ ദുബായിലാണെങ്കിലും അവൾക്കൊരു ഭർത്താവ് ഉള്ളതല്ലേടാ? ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം? അവൾ ഒറ്റയ്ക്കായില്ലേ? അവളെ ജീവിതം നശിച്ചില്ലേ? നശിച്ചു. അപ്പൊ എന്താണ് ബ്രോയുടെ പ്ലാൻ? ലച്ചുവിനെ കല്യാണം കഴിക്കാനാ? ആ സിദ്ധു എന്ന് പറഞ്ഞവനെ ഗൾഫിൽ നിന്ന് വന്നില്ലെങ്കിൽ ലച്ചുവിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലച്ചു അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. നിന്നെയാ? അതെ. എടാ, ശരിക്കും ലച്ചു നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. പറഞ്ഞു. ചേട്ടൻ ഈ കുടുംബമായിട്ട് നല്ല അടുപ്പമുള്ള ആളല്ലേ? അപ്പൊ ഞങ്ങളെ കല്യാണക്കാരി ഒന്ന് സംസാരിക്കൂ. ഞാൻ സംസാരിക്കണം അല്ലേ? സംസാരിക്കാടാ, ഞാൻ സംസാരിക്കാം. എനിക്കൊരു 2 ദിവസം സമയം തരുമോ? എടുത്തോട്ടെ. ബ്രോയുടെ പേര്? മിട്ടു. സ്വീറ്റ് നെയിം. താങ്ക് യു. പിന്നെ മിട്ടു വന്നിരുന്നെന്ന് ലച്ചുണ്ടോന്ന് പറയണം. ലച്ചസിന്റെ അടുത്ത്? അതെ. ഞാൻ പറയാം. അപ്പൊ ഞാൻ 2 ദിവസമേ? അതെ. എൻ്റെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കല്യാണം ചേട്ടൻ നടത്തരണം. കല്യാണം നടത്തി തരാം കേട്ടോ. തരൂലേ? അച്ഛൻ്റെ സ്ഥാനത്ത്. ശരി, കിട്ടണേ കിട്ടട്ടെ. പോട്ടെ.
എന്നാലും ലച്ചു ചേച്ചി നമ്മളെ പാലക്കാട് പോയതുപോലെ ഇനിയും പോകണ്ടേ? പിന്നെ പോണ്ടേ? അതിനെല്ലാരും ഒരുമിച്ച് ഫ്രീ ആയി കിട്ടിയാലല്ലേ പോവാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം സ്കൂളിൽ പോകണ്ടായിരുന്നു. എന്റെ കൊച്ചെ, നിന്റെ വായന ഒരു ദിവസം എങ്കിലും സ്കൂളിൽ പോണം എന്ന് കേൾക്കാൻ പറ്റുമോ? കൊതി കൊണ്ടാ. ചേച്ചി ഓ തുണി മടക്കണ? എന്റെ തുണിയെല്ലാം ഇവിടെ മടക്കിയിട്ട് ആ റൂമിൽ വെച്ചേക്ക് കേട്ടാ. പൊന്നുമണി വന്നേ. ഓ നീ വാടാ. എന്ത് ചേച്ചി? നീ വന്നേ. ആരും പറ ചേച്ചി. നീ വാ. ഓ ഇവിടെ ഇരി. മടക്കടാ അങ്ങോട്ട്. ആജ്ഞാപിക്കാൻ വന്നേക്കുന്നു. അല്ല ചേച്ചി, എനിക്ക് മടക്കാറിഞ്ഞൂടെ. ഞാനേ ഈ മടക്കം അറിയാൻ പാടില്ലേ? ഞാൻ കൊച്ചു മടക്കുന്നുണ്ടല്ലോ. മടക്കി മടക്കടാ. മടക്കാം. ആ മടക്ക്. നീ എവിടെ പോയതാ? ഞാൻ എവിടെ പോയി? നിന്റെ അടുത്തല്ല. എവിടെ പോയതാ? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ എന്തിനാ? ഒന്നുമില്ലടാ. എന്തോളയാ? എന്തായാലും കാണാതായോ? എന്ത് കാണാണ്ടാവാൻ? ഒന്നും കാണാനായിട്ട്. ആളിയാ പറടാ. എപ്പോ? അയ്യോ, എന്നിട്ട് അവർ രണ്ടുപേരും അംഗീകരിച്ചോ? അയ്യോ, അത് ഭയങ്കര ബാഡായി പോയല്ലോടാ. ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നം? ഓ, ദുബായില് എന്റെ കൂടെ വർക്ക് ചെയ്തൊരു ഫ്രണ്ടേ. എന്തെങ്കിലും അപകടം? അപകടമല്ല, അവൻ ഡിവോഴ്സായി. നല്ല കാര്യല്ലേ? റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്. എങ്ങനെ? റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്. പാറൂസ് അളിയാ, എടാ ഒന്ന് കുറച്ചേരം അകത്തോട്ടിരിക്കാവോ? എന്തോളയാ? ഇല്ല, ഒന്നുമില്ല, ഞങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. പ്ലീസ്. അളയൻ പറഞ്ഞോ? എടാ ഒന്ന് അകത്തോട്ടിരിക്കടാ, ചക്കരല്ലേ. കിഷോട്ടാ, ഇതെല്ലാം മടക്കണേ. എന്താടി ഇതെല്ലാം മടക്കണേന്ന് പറഞ്ഞാ. ഓർഡറി നമ്മളും ഭരിക്കാൻ പറഞ്ഞു. താങ്ക് യു. ആ ഡിവോഴ്സ് ആവാൻ പോകുന്ന പയ്യനെ ടോക്സിക് ആയിരുന്നോ? നമ്മുടെ അളിയനെ പോലെ അളിയ ടോക്സിക് ഒന്നും അല്ലടാ. ഇത് ദുബായില് ലെച്ചൂസ് കേൾക്കണം. ദുബായിൽ എന്റെ കൂടെ 4 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവനെ ലീവ് കിട്ടിയില്ല ഒന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട്. അതിന്റെ പേരില് അവന്റെ വൈഫ് ഡിവോഴ്സ് ചെയ്തേക്കുന്നു. ദുഷ്ട. എന്തോന്ന് ദുഷ്ട? ഇതിപ്പോ എല്ലാ പെമ്പിള്ളേരും അങ്ങനെ ചിന്തിക്കുള്ളൂ. ഞാനും അത് തന്നെയാ ചിന്തിച്ചേ. എങ്ങനെ? നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം. ലച്ചു, പിന്നല്ലാണ്ട് ഈ കല്യാണം കഴിക്കുന്ന എന്തിനാ? ഒരുമിച്ച് ജീവിക്കാൻ. ഇത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ. ആകപ്പാട് ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? എന്നിട്ട് പെമ്പിള്ളേര് ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് അനുഭവിക്കും. ഭർത്താക്കന്മാരെ അവിടെ ഗൾഫിൽ. എന്നിട്ട് പറയുമ്പോ ഞങ്ങള് ദുഷ്ട അല്ലേ? ഓരോരുത്തരുടെ അവസ്ഥ. പിന്നെ അവസ്ഥ ഞങ്ങൾക്ക് അവസ്ഥ ഒന്നുമില്ലല്ലോ. ലെച്ചൂസ് പറഞ്ഞ പോലെ എന്തേലും ചിന്തിച്ചിരുന്നോ അവള് നേരത്തെ? അതാണ് ഞാൻ വന്നില്ലായിരുന്നെ ചേച്ചി ഡിവോഴ്സ് ചെയ്തേനെ. അതെ, അത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്തില്ലല്ലോ. അല്ലാതെ അല്ല, ഒന്നുമില്ല. ചോരലയാ? അല്ല, ഒന്നുമില്ലടാ. അളയൻ തരോട് ചോരേ. നിനക്ക് സുഖമല്ലേ? സുഖം. അല്ല അളിയാ, നേരത്തെ ഫോൺ കോൾ വന്നായിരുന്ന? യെസ്, ഐ റിമെമ്പർ. റിങ് ചെയ്യാൻ കേട്ടില്ല. വൈബ്രേഷൻ മോഡ് ഓൺ. ചേച്ചി ജസ്റ്റ് മൊത്തം മടക്കട്ടെ.